മൂന്നാം മോദി സർക്കാർ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിൽ ഉറച്ച NCP അജിത് പവാർ പക്ഷം ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് പിണക്കം തുറന്നു പ്രകടിപ്പിച്ചത്. അതേസമയം ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 MPമാരുണ്ടെങ്കിലും ഒരു സംസ്ഥാന മന്ത്രിസ്ഥാനം മാത്രം ലഭിച്ചതും അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ശക്തം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് തന്നെ അജിത് പവാർ പക്ഷം ഇടഞ്ഞു. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിലാണ് NCP. ക്യാബിനറ്റ് പദവി ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് തീരുമാനം. മുതിർന്ന നേതാവായ പ്രഫുൽ പട്ടേലിന് കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ പ്രഫുൽ പട്ടേലിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കുന്നതിനാൽ പരിഗണിച്ചില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മഹാരാഷ്ട്ര അധ്യക്ഷനായ സുനിൽ തത്കരെയെയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ഇതോടെയാണ് NCP പ്രതിഷേധമറിയിച്ച് മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്. ഡൽഹിയിലെ നേതാക്കൾ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും സുനിൽ തത്കരയുടെ വസതിയിൽ ചേർന്ന യോഗം ഫലം കണ്ടില്ല. ചർച്ച പരാജയമായിരുന്നു. പ്രഫുൽ പട്ടേലിന് സംസ്ഥാന മന്ത്രിസഭ വാഗ്ദാനം ചെയ്തെങ്കിലും ക്യാബിനറ്റ് മന്ത്രി പദവി വേണമെന്നായിരുന്നു നിർബന്ധം. മുമ്പ് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലിന് സഹമന്ത്രിയായി ചുമതലയേൽക്കാൻ താൽപ്പര്യമില്ലെന്നാണ് അറിയിച്ചത്. അതേസമയം ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 MPമാരുണ്ടെങ്കിലും ഒരു സംസ്ഥാന മന്ത്രിസ്ഥാനം മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു MP മാത്രമുള്ള NCPക്ക് എങ്ങനെ ക്യാബിനറ്റ് മന്ത്രി പദവി നൽകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല NCPക്ക് അവസരം ലഭിച്ചാൽ ഘടകകക്ഷികൾ അസ്വസ്ഥരാകാനും സാധ്യതയുണ്ട്. കാരണം NDA സഖ്യത്തിൽ NCPക്ക് സമാനമായി ഒരംഗം തിരഞ്ഞെടുക്കപ്പെട്ട 7 പാർട്ടികളാണുള്ളത്. മഹാരാഷ്ട്രയിൽ നിന്ന് BJPയുടെ നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, രക്ഷ ഖഡ്സെ, ശിവസേനയുടെ പ്രതാപ് റാവു ജാദവ്, RPI മേധാവി രാംദാസ് അത്താവലെ എന്നിവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.